ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൽ നാം കാണാത്ത ചില വശങ്ങൾ ഇപ്പോൾ ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആ ആക്രമണത്തിൽ, അതിന് ആക്രമണമെന്നല്ല യുദ്ധമെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്നത് നല്ല യുദ്ധം തന്നെയാണ്. അതിൽ വലിയ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും. ഐക്യരാഷ്ട്രസഭ പോലും അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്നു. യുദ്ധം ഏത് വിധേനയും അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു. ഇതൊന്നും നാം ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൽ കണ്ടിരുന്നില്ല. അതിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വ്യക്തമായി ഒരു ഉത്തരമുണ്ട്. ഹമാസ് പോലെയല്ല ഹിസ്ബുള്ള എന്നത് തന്നെയാണ് ആദ്യത്തെ ഉത്തരം. ഹമാസ് എന്ന് പറയുന്ന സംഘടന ഗസയിലും മറ്റും ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ തകർക്കുവാൻ ഇസ്രയേൽ 7 മാസമാണ് പ്രഖ്യാപിച്ചത്. അതായത് ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നടക്കുന്ന ഭീകരാക്രമണത്തിന് ശേഷം ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നിൽക്കുമെന്ന് അവർ പ്രതിജ്ഞ ചെല്ലുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അവർ പറഞ്ഞത് 7 മാസം ഞങ്ങൾക്കതിന് വേണം എന്നാണ്. അത് 7 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കാമെന്ന് പിന്നീട് മാറ്റി പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് 7 മാസം ഈ സർവ്വസജ്ജമായ എല്ലാ ടെക്നോളജിയും കയ്യിലുള്ള ഇസ്രയേലിന് വേണ്ടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗസയിലായാലും ഇപ്പോൾ ലെബനിലായാലും ഈ 2 സംഘടനകളും ചെയ്യുന്ന യുദ്ധതന്ത്രം, അതായത് അവർ സൈനികരല്ല, പകരം ടെറർ ഗ്രൂപ്പുകളാണ്, ഇല്ലെങ്കിൽ പോരാളികൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവർ മനുഷ്യ കവചങ്ങളെ സൃഷ്ടിക്കുന്നു. അതായത് ആശുപത്രികൾ, വീടുകൾ, ഒപ്പം തന്നെ സ്കൂളുകൾ എന്നിവയിലൊക്കെയാണ് ആയുധപ്പുരകളാക്കി മാറ്റുന്നത്. ആ കുട്ടികളെയും ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ ആക്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവരെ ആക്രമിക്കുന്ന ഒരു രാജ്യത്തിന്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യവും രാജ്യത്തിൻ്റെ സൈന്യവുമാണ്. പക്ഷേ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ്. അപ്പോൾ അവർ അത്തരത്തിൽ ഈ മനുഷ്യ കവചങ്ങളെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഒരു ആക്രമണത്തിന് മുന്നോട്ട് വരുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിൽ തുരങ്കങ്ങളാണ് ഈ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ തുരങ്കങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഗസയിൽ 21 തൊട്ട് 25 ലക്ഷം വരെ ജനങ്ങൾ പാർക്കുന്ന ഒരു ഇടമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ചില റിപ്പോർട്ടുകൾ കാണുന്നത്. അത്രയും ജനത്തിന് ഒരു വലിയ രീതിയിൽ കാഷ്വാലിറ്റി ഉണ്ടാകാതെ ഈ ഭീകരന്മാരെ കൊന്നൊടുക്കുന്നതിന് വലിയ ടൈം വേണ്ടിവരും. അങ്ങനെയാണ് ആ 7 മാസം എന്ന് പറഞ്ഞു തുടങ്ങിയ ആ ഒരു അറ്റാക്ക്, ഇല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ 1 വർഷം പിന്നിടുമ്പോഴും അതുപോലെ നിലനിൽക്കുന്നത്. കാരണം ഈ തുരങ്കങ്ങൾ പൂർണ്ണമായി തകർത്ത് കളയുവാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ ഹമാസിൻ്റെ ശക്തി ഏതാണ്ട് 90% ക്ഷയിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ മുതിർന്ന നേതാക്കന്മാരെ വധിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്, അവരുടെ പല തുരങ്കങ്ങൾ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ ആയുധ ഡിപ്പോകളായി കരുതപ്പെടുന്ന സ്കൂളുകളും ആശുപത്രികളും ഒക്കെ തകർത്ത് ചുട്ട് ചാമ്പലാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. അതിൽ ഇസ്രയേൽ വിജയിക്കുക തന്നെ ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം ഏതാണ്ട് 90% അവർ ഒതുക്കാൻ കഴിഞ്ഞു. ഇല്ലാതാക്കാൻ എന്നല്ല ഞാൻ പറയുന്നത്, ഒതുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇത് അല്പം പാളാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി ഇസ്രയേൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം ഹിസ്ബുള്ളയുടെ മുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളയിലേക്ക് വരുമ്പോൾ അത് ഒരു രാജ്യമായി മാറുന്നു. ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു സമാന്തര സൈന്യമായിട്ടാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത്. ഹിസ്ബുള്ളയുടെ നേതാക്കൾ പറയുന്നത് 1 ലക്ഷം സൈനികരുണ്ട് തങ്ങളെന്നാണ് പറയുന്നത്. പക്ഷേ വിവിധ രാജ്യങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് 40,000 മുതൽ 50,000 വരെ സേനാ വിഭാഗങ്ങളാണ്, അതായത് സൈനികരാണുള്ളത്. കാരണം ഇവർക്ക് പട്ടാളത്തിന് ട്രെയിനിങ് തന്നെയാണ് ഇറാനും മറ്റുമൊക്കെ സിറിയയിൽ വെച്ച് നൽകുന്നത്. ഇവരുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും മറ്റും വാങ്ങിയിട്ടുള്ള മിസൈലുകൾ, ഇറാൻ്റെ ഫത്തെ 1 ടൺ എന്ന് പറയുന്ന 450 കിലോഗ്രാം സ്ഫോടനശേഷി വഹിക്കാൻ കഴിവുള്ള 300 കിലോമീറ്ററോളം റേഞ്ചുള്ള വലിയ മിസൈലുകളുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഇന്ന് അവർ ഈ ടെല്ലവീവിലേക്ക് പായിച്ച, മൊസാദിൻ്റെ ആസ്ഥാനത്തേക്ക് പായിച്ച ആ മിസൈലിൻ്റെ പേര് ഖാദർ 1 എന്നാണ്. അങ്ങനെ അനവധി മിസൈലുകളും റോക്കറ്റ്, ഏതാണ്ട് 1.5 ലക്ഷത്തോളം മിസൈലുകളും റോക്കറ്റുകളും അടക്കമുള്ളവയുണ്ട്. ഇവരുടെ ആയുധങ്ങളെല്ലാം തന്നെ റഷ്യ, ഇറാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടേതാണ് ആയുധങ്ങൾ. ഒപ്പം തന്നെ ഇവരുടെ ആയുധ ഫാക്ടറികളും വെടിക്കോപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളുമൊക്കെ സിറിയയിലും പ്രവർത്തിക്കും. അതായത് ഒരു സേനയോടാണ് ഇസ്രായേൽ ഏറ്റുമുട്ടുന്നത്. പക്ഷേ ഈ സേനയ്ക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ സേനകളെ പോലെയല്ല ഈ ഹിസ്ബുള്ളയുടേത്. ഹിസ്ബുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ച് അതിന് ഓരോ കമാൻഡർമാരെ നിയമിച്ച് ഈ കമാൻഡർമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ നടക്കുന്ന യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ ആയുധപ്പുരകളും അതുപോലെ ആയുധം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും എല്ലാം വീടുകളുടെ മേൽക്കൂരയിലോ മറ്റോ. ഇത് തന്നെയാണ് ഇസ്രായേലിനെ കുഴപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ലെബനനിലേക്ക് വരുമ്പോൾ, അതായത് 21 ലക്ഷം പേരുള്ള ഗസയിൽ ആ ഹമാസിൻ്റെ ശക്തി കുറയ്ക്കുവാൻ വേണ്ടി ഇസ്രയേലിന് ഏതാണ്ട് 1 വർഷത്തോളം വേണ്ടി വന്നു എങ്കിൽ, ഇവിടെ ലെബനനിലേക്ക് വരുമ്പോൾ അത് വളരെയധികം, ചിലപ്പോൾ 2 വർഷത്തിന് മുകളിൽ നീണ്ടുപോയേക്കാം. കാരണം അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് 5.5 കോടി ജനമാണ്. ആ 5.5 കോടി ജനങ്ങൾക്കിടയിലാണ് ഈ ഹിസ്ബുള്ള വ്യാപിച്ചിരിക്കുന്നത്. ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, അവരുടെ വീടുകൾ, ഇത് വലിയ ജനവാസ കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ ആയുധപ്പുരകൾ, ഡിപ്പോകൾ, ഇത് വെച്ചിട്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം,
ഈ ഹമാസിൻ്റെ പോലെ തന്നെ വലിയ തുരങ്കങ്ങൾ തന്നെയാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ. ഇത് പാറയുടെ അടിയിലും മറ്റുമൊക്കെ വലിയ തുരങ്കങ്ങൾ സൃഷ്ടിച്ച് അവിടെ ആയുധപ്പുരകളാക്കുകയും അവിടെ നിന്ന് ആക്രമിക്കുകയുമാണ്. ഇവിടെയാണ് ഇസ്രായേൽ ഇപ്പോൾ വിമാനത്തിലെത്തുകയും വിമാനത്തിൽ നിന്ന് ലഘുലേഖകൾ താഴേക്ക് വിതറുകയുമാണ് ചെയ്യുന്നത്. അത് 2 മണിക്കൂറിനകം ഇല്ലെങ്കിൽ 3 മണിക്കൂറിനകം ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഇവിടം വിട്ട് ഒഴിഞ്ഞു പോകണം. കാരണം ഇവിടെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ട്, തങ്ങൾ ബോംബിംഗ് നടത്തും എന്നുള്ളതാണ് ആ ഒരു മുന്നറിയിപ്പ്. അവിടുന്ന് ജനം പലായനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ അവിടുത്തെ ലെബനനിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ മൊബൈലിലും മറ്റുമൊക്കെ മെസ്സേജ് രൂപത്തിലാണ് സന്ദേശങ്ങൾ എത്തുന്നത്. നിങ്ങൾക്ക് 1 മണിക്കൂറിനകം നിങ്ങൾ ഇവിടെ വിട്ടുപോകണം എന്ന്. അത് തെക്കൻ ലെബനനിലും ബെയ്റൂട്ടിലടക്കം ഇത്തരത്തിൽ മെസ്സേജ് പല ഗ്രാമങ്ങളിലും എത്തുന്നുണ്ട്. അതിനുശേഷം അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. അത് കാഷ്വാലിറ്റി പരമാവധി കുറയ്ക്കുക. കാരണം ഇത്രയും ഒരു 5.5 കോടി ജനം എന്ന് പറയുമ്പോൾ തന്നെ വലിയ ജനമാണ്. ആ കൂട്ടത്തിൻ്റെ നടുവിലാണ് ഈ ഹിസ്ബുള്ള നിൽക്കുന്നത്. ആ ഹിസ്ബുള്ളയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചെടുക്കുക വലിയ പ്രയാസകരമാണ്. ഹമാസിൻ്റെ കാര്യത്തിൽ നാം അത് കണ്ടതാണ്. ഇവിടെയാണ് ഈ ഇസ്രായേൽ കമാൻഡർമാരെ, അതായത് ഈ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണം നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 20ഓളം അവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെല്ലാം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയും വേറൊരു പ്രശ്നം ഉണ്ട്. ഈ കമാൻഡർമാർ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹമാസിൻ്റേതുപോലല്ല, പെട്ടെന്ന് തന്നെ അടുത്ത ഒരു കമാൻഡർ അതിൻ്റെ ചാർജ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു സൈനിക പരിശീലനം കിട്ടിയ വിഭാഗമാണ് ഹിസ്ബുള്ള. 1982 രൂപീകൃതമായത് മുതൽ അതൊരു സൈന്യമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഹമാസിൻ്റെത് അവരുടെ ഒരു തലവൻ നഷ്ടപ്പെട്ട, ഒരു കമാൻഡർ നഷ്ടപ്പെട്ട, മറ്റൊരു കമാൻഡർ ഉയർന്നു വരുന്നതിന് ടൈം എടുക്കുമെങ്കിൽ ഹിസ്ബുള്ളയുടെ അത് വരുന്നില്ല. ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് അവർ മുൻപോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഇസ്രായേലുമായിട്ട് വളരെക്കാലം യുദ്ധം ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. അതുകൂടാതെ 2006 വലിയ യുദ്ധം അഭിമുഖീകരിച്ചതാണ് അവർ. അപ്പോൾ അത്തരത്തിലാണ് അത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇസ്രായേലിന് മുൻപിലുള്ള അടുത്ത ലക്ഷ്യം അതാണ് ലോകം ഭയപ്പാടോടെ നോക്കുന്നതും. ലോകം ഇപ്പോൾ ധൃതി പിടിച്ച് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഓടി നടക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഇസ്രായേൽ കരയുദ്ധം ആരംഭിക്കുക. അതായത് തെക്കൻ ലെബനനിലേക്ക് അവർ ഏത് നിമിഷവും കരയുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ഇസ്രായേൽ ലെബനനിലേക്ക് കരയുദ്ധം ആരംഭിച്ചാൽ, അതായത് അതിർത്തി കടക്കുക എന്ന് പറയും. ഇപ്പോൾ സ്വാഭാവികമായി യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നു തന്നെയാണ് ബോംബിങ്, 120 കിലോമീറ്ററിനൊക്കെ ഉള്ളിൽ ചെന്നിട്ടാണ് ബോംബിങ് നടത്തുന്നതെങ്കിലും ഇത് അങ്ങനെയല്ല. കരയുദ്ധം ഈ പ്രദേശം പിടിച്ചെടുക്കുന്ന യുദ്ധമാണ്. അങ്ങനെ കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഇപ്പോഴുള്ള ഇറാൻ്റെ നിലപാടായിരിക്കില്ല. അപ്പോൾ അവർക്ക് പ്രത്യക്ഷമായി തന്നെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങേണ്ടതായി വരും. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്ന അവരുടെ കുട്ടി തന്നെയാണ്, അവരുടെ സന്തതിയാണ്, അവരുടെ പ്രോക്സിയാണ്. അപ്പോൾ സിറിയയിലുള്ള ആ ഒരു വിഭാഗം, മിലിഷ്യയുടെ വിഭാഗങ്ങൾ, ഒപ്പം തന്നെ ഈ ലെബനനിൽ ഉള്ള ഹിസ്ബുള്ള, ഇതിനെ എല്ലാത്തിനും കൂടെ മുകളിലേക്ക് നേതൃത്വവുമായി ഇറാൻ രംഗത്തെത്തുകയാണെങ്കിൽ അതൊരു യുദ്ധമായി തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറാൻ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പുറത്തോട്ട് വന്നത്. അതായത് ലെബനനിൽ, അതായത് ഹിസ്ബുള്ളയെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കില്ല, പകരം ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതായത് ഇസ്രായേൽ ഒരുപക്ഷെ കരയുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാമെന്ന സൂചന കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നൽകുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ലെബനൻ വേണ്ടി വന്നാൽ പിടിച്ചെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ലെബനനിലേക്ക് ടാങ്കുകൾ നീങ്ങിയാൽ അതൊരു ലോകയുദ്ധമായി, 3ാം ലോക മഹായുദ്ധമായി പരിണമിക്കും. കാരണം ഇറാൻ കൂടി കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി റഷ്യ, ചൈന ഒരു അച്ചുതണ്ട് രൂപപ്പെടും. മറുഭാഗത്ത് നാറ്റോ സഖ്യത്തിൻ്റെ ഒരു സഖ്യവും രൂപപ്പെടും. അതൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവിടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇനി എന്തെന്നുള്ളത്. നമ്മൾ കണ്ടതാണ്, ഗാസയിൽ ആദ്യഘട്ടത്തിൽ നിരന്തരമായ മിസൈൽ അറ്റാക്കായിരുന്നു ഇസ്രായേൽ നടത്തിയിരുന്നത്. വ്യോമ ആക്രമണം തന്നെയാണ് കൂടുതൽ അവർ നടത്തിയിരുന്നത്. പിന്നീട് അത് ബോംബിങ്ങിലേക്ക് വഴിമാറി. അടുത്ത ഘട്ടം, 3ാം ഘട്ടമായിട്ട് അവർ ടാങ്കുകൾ, അവരുടെ കരസേന മൂവ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഗാസയുടെ 90% പ്രദേശങ്ങളും അവരുടെ സേനയുടെ നിയന്ത്രണത്തിലേക്ക്, ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലേക്ക് അവർ കൊണ്ടുവന്നു. അത്തരത്തിൽ തെക്കൻ ലെബനനിലേക്ക് അവർ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അമേരിക്കയും ബ്രിട്ടനും എല്ലാം അത്തരത്തിൽ തന്നെ കരുതുന്നു. അതുകൊണ്ടാണ് ലെബനിൽ നിന്ന് തങ്ങളുടെ പൗരന്മാർ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് രാജ്യം വിടണം എന്നവർ അടിക്കടി ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ UK ഒരു പടി കൂടി കടന്ന് അവർ പരസ്യമായി തന്നെ പറയുന്നു ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന്. അതിന് പ്രധാന കാരണം ഇസ്രായേലിൻ്റെ ഈ അറ്റകൈ പ്രയോഗം തന്നെയാണ്. അതായത് കരസേന മൂവ് ചെയ്യിക്കുക. കാരണം തെക്കൻ ലെബനനിലാണ് ഈ ഹിസ്ബുള്ളയുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങളിൽ ലോഞ്ചറുകളും മറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഉള്ള ആക്രമണത്തെ പൂർണ്ണമായി ഇല്ലാതാക്കണമെങ്കിൽ ഒരു കരയുദ്ധത്തിന് മാത്രമേ കഴിയൂ. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഈ ചെറിയ കവചിത വാഹനങ്ങളും മറ്റുമൊക്കെ ഈ പറയുന്ന ഹിസ്ബുള്ളയ്ക്കുണ്ട്. അവർക്ക് ഈ വിമാനങ്ങളും മറ്റുമാണ് ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായൊരു സേന, അവരുടെ കണക്കനുസരിച്ച് തന്നെ 1.5 ലക്ഷത്തോളം ആയുധങ്ങൾ, ഈ മിസൈലടക്കം ഉണ്ട് എന്ന് അനൗദ്യോഗിക കണക്കുകൾ പറയുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു വിപുലമായ ശൃംഖല. അതിനിടയിലാണ് ഈ 5.8
കോടി ജനത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം. അതുകൊണ്ട് വലിയ രീതിയിലൊരു ബോംബിങ്ങിലും അറ്റാക്കിലേക്കും പോയാൽ കാഷ്വാലിറ്റി വളരെയധികം കൂടും. ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ പേജർ അറ്റാക്കിലൂടെ 1500ഓളം വരുന്ന ഹിസ്ബുള്ള സൈനികരെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു. നിർവീര്യം എന്ന് പറയുമ്പോൾ കൊല്ലപ്പെടുക മാത്രമല്ല, അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത വണ്ണം അവരെ തകർത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ 1500 പേർ കുറഞ്ഞതുകൊണ്ട് കാര്യമാകുന്നില്ല. മറ്റുള്ള അറ്റാക്കുകളും അടിക്കടി നടക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന 50% ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം തകർത്തു എന്നാണ്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് തോന്നുന്നില്ല. കാരണം തുടക്കത്തിൽ ഇസ്രായേൽ ഈ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് 1000ഓളം റോക്കറ്റ് ലോഞ്ചറുകളാണ്, അല്ല 1000ഓളം കേന്ദ്രങ്ങളാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ 1000ഓളം കേന്ദ്രങ്ങൾ തീർന്നാൽ ഹിസ്ബുള്ള അതോടെ തീരും എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇതുവരെ ഇത്രയും ദിവസങ്ങൾ നടത്തിയ അറ്റാക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു 2000-അടുത്തുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിക്കഴിഞ്ഞു. സ്പോട്ടുകളിൽ, അതായത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത് 2000 ഇടത്ത് നടത്തിക്കഴിഞ്ഞു. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി മുൻപോട്ട് വരുന്നു. ഈ ലെബനനിൽ നിന്ന് വലിയ രീതിയിലുള്ള ആളുകൾ പലായനം ചെയ്യുകയാണ് സിറിയയിലേക്കും മറ്റുമൊക്കെ. ഇവരുടെ ഇടയിലും ഹിസ്ബുള്ള കടന്നുകൂടിയിട്ട് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഈ പലായനം ചെയ്യുന്നവർക്ക് മുകളിൽ ഈ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ സാധാരണപ്പെട്ട സിവിലിയന്മാർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഈ ഇപ്പോൾ നടക്കുന്ന ആകാശയുദ്ധം ഇസ്രായേൽ അധിക നാൾ നീട്ടിക്കൊണ്ടുപോകാൻ യാതൊരു സാധ്യതയുമില്ല. പകരം തെക്കൻ ലെബനനിലേക്ക് ടാങ്കുകൾ നീങ്ങിത്തുടങ്ങും. അങ്ങനെ നീങ്ങിത്തുടങ്ങിയാൽ അത് 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇതിനെ ഇല്ലാതാക്കാനാണെന്ന് ലോകരാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നതും ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളതല്ല, താൽക്കാലിക പരിഹാരമെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് അറിയാനാണ്. ഇതന്നെയാണ് ന്യൂസിൻ്റെ വളരെ പോയിന്റ്. നന്ദി, നമസ്കാരം.